കൊടുവള്ളി തലപ്പെരുമണ്ണയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് മോട്ടോർ വാഹന വകുപ്പിന്റെ പച്ചക്കൊടി. ഇതോടെ മുക്കം ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ടെസ്റ്റുകൾ ഇനി ഇല്ലാതാവും. ഏറെ വിവാദങ്ങൾക്കും നിയമ പോരാട്ടത്തിനുമൊടുവിലാണ് കൊടുവള്ളി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകിയത്. ഇനി മുതൽ കുന്നമംഗലം, തിരുവമ്പാടി, മുക്കം, താമരശ്ശേരി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ അടച്ചുപൂട്ടും. കൊടുവള്ളിക്ക് കീഴിൽ മാർച്ച് 3 മുതൽ തലപ്പെരുമണ്ണയിൽ മാത്രമേ ടെസ്റ്റ് നടത്തൂ. ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് കൊടുവള്ളി ഓഫീസിൽ ലഭിച്ചു. ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ നിർമ്മിക്കാനായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കമ്പനി രൂപീകരിച്ച് തലപ്പെരുമണ്ണ ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൊടുവള്ളിയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം ശക്തമാക്കുകയും സ്ഥലം MLA MK മുനീറിനും വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജോയിന്റ് RTO ബിജോയിയോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നടപടി വേഗത്തിലാക്കുകയായിരുന്നു. കൊടുവള്ളി RTO ഓഫീസിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള തലപ്പെരുമണ്ണയിൽ 50ഓളം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചേർന്ന് കൊടുവള്ളി ഡ്രൈവിംഗ് സെൻറ്റർ എന്ന പേരിൽ കമ്പനി രൂപീകരിച്ച് 2.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ടെസ്റ്റ് അനുവദിക്കാനായി ഒരു കൊല്ലം മുമ്പാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കോഴിക്കോട്, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കോഴിക്കോട്, ജോയിന്റ് RTO കൊടുവള്ളി എന്നിവർക്ക് അപേക്ഷ നൽകിയിരുന്നത്. ഇതിനിടെ താമരശ്ശേരി ചുങ്കത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കേസ് നടക്കുന്ന തോട്ടഭൂമിയിൽ ടെസ്റ്റ് ഗ്രൗണ്ട് അനുവദിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ നീക്കത്തിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം കടുപ്പിച്ചിരുന്നത്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും സൗകര്യവും ഉള്ളതും ഒരേ സമയം 2 LMV ടെസ്റ്റും 2 2 വീലർ ടെസ്റ്റും ഒരു ഹെവി ടെസ്റ്റും നടത്താൻ സൗകര്യമുള്ളതാണ് കൊടുവള്ളി തലപ്പെരുമണ്ണയിലെ ടെസ്റ്റ് ഗ്രൗണ്ട്. മുക്കത്ത് മാമ്പറ്റ റോഡിൽ വട്ടോളിപ്പറമ്പ് റോഡരികിൽ വെച്ച് നടത്തുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ കേന്ദ്രം തലപ്പെരുമണ്ണയിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.